56, ദ ഇയർ ഓഫ് ഇൻഹെറിറ്റൻസ്, വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന വർഷം. ഫ്രം പ്രോമിസ് ടു പൊസഷൻ, ഫ്രം പ്രോമിസ് ടു, ഇനി കേൾക്കുന്നവരല്ല നാം പ്രാപിക്കുന്നവരാ. ആ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മക്കൾക്ക് ജനിക്കാനുള്ള മക്കൾക്കുമുണ്ട്. ആ വാഗ്ദത്തം തലമുറയായിട്ടുള്ള വാഗ്ദത്തമുണ്ട്. ഈ മരുഭൂമി കടന്ന് ഇങ്ങനെ ചുറ്റി 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 പാറാൻ ചുറ്റി, മോവാബ് ദേശത്ത് ചുറ്റി, സീൻ മരുഭൂമി ചുറ്റി, ഇതെല്ലാം കാദേശ് പറഞ്ഞ ചുറ്റി, എല്ലാം ചുറ്റിയവരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ചുറ്റിയത് മതി, ഇതുവരെ ചുറ്റിയത് മതി, വട്ടം കറങ്ങിയത് മതി, ഈ മരുഭൂമി ചവിട്ടി തേച്ചത് മതി, സ്തോത്രം, ഈ ദേശത്ത് പാർത്തത് മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ദേശം നിങ്ങൾ ഇനി പോയി കൈവശമാക്കുകയും. ഞാൻ കാര്യം പറയാം പ്രിയമുള്ളവരെ, വാഗ്ദത്തം കേൾക്കാൻ ഒരു കാലഘട്ടമുണ്ട്. വാഗ്ദത്തം കേൾക്കാൻ ഒരു കാലഘട്ടമുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റു പറയാൻ, നക്ഷത്രത്തെ എണ്ണാൻ, മണൽ എണ്ണാൻ, നെടുകെ കുറുകെ നടക്കാൻ ഒരു കാലഘട്ടമുണ്ട്. അത് മാത്രമല്ല, കൂടാരത്തിൽ ഒരു ഇസ്ഹാക്ക് ജനിക്കാൻ ഒരു കാലഘട്ടമുണ്ട്. തയ്യാറാണോ? ഈ ദൂത് ഇവിടെ ശുശ്രൂഷ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് സ്തോത്രം നിവൃത്തിയായി മാറട്ടെ. സ്തോത്രം നിങ്ങളുടെ ലൈഫിലേക്ക്. സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ശബ്ദരാജ ഹസ്തരാജ ലദിയ റദംതനോ റിയം തേനഗ ശൈദോറിയം തേനഗ. ലിസൺ, നിങ്ങൾ സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, യോശുവയുടെ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു ദേശം നൽകാമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ദേശം, അത് കനാനാണ്, അതൊരു പ്രോമിസ് ലാൻഡാണ്, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്, അത് വാഗ്ദത്ത ദേശമാണ്, അത് ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ സ്വന്തം ദേശമാണ്, നിങ്ങൾ കൈവശമാക്കേണ്ട ദേശമാണ്. അങ്ങനെ ഒരു കാലഘട്ടം, നിങ്ങൾ അത് വാഗ്ദത്തം കേട്ട കാലഘട്ടം, വാഗ്ദത്തം ഉണ്ടെന്ന് പറഞ്ഞ കാലഘട്ടം, ഇതിൻ്റെ അതിരുകൾ ഡിഫൈൻ ചെയ്ത് ദൈവം കൊടുത്തതിൻ്റെ ബ്ലൂ പ്രിന്റ്, ഇതിൻ്റെ ആധാരമെല്ലാം കൈവച്ചുകൊണ്ട് വാഗ്ദത്തം കേട്ട്, പ്രവചന ദൂതുകൾ കേട്ട്, ഈ ദേശം സ്വപ്നം കണ്ട്, ഇങ്ങനെ സ്വപ്നം കണ്ട് വാഗ്ദത്തം കേട്ട് മാത്രം പോകുകയല്ല. അവരോട് കർത്താവ് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, കേട്ട തലമുറ ഒന്നുണ്ട്, മരുഭൂമിയിൽ ജനിച്ചൊരു തലമുറയുണ്ട്. ഈ തലമുറയെങ്കിലും വാഗ്ദത്ത ദേശം പിടിക്കണം. വാഗ്ദത്ത ദേശം പിടിക്കണമെങ്കിൽ യുദ്ധം ചെയ്ത് ആ ദേശം കീഴടക്കാൻ പറ്റും. നാം വാഗ്ദത്തങ്ങളെ കൈവശമാക്കും. ഈ തലമുറ വാഗ്ദത്തങ്ങൾ കാണും, നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണും, നിങ്ങളത് അവകാശമാക്കും. നിങ്ങളത് ആ പ്രോമിസ് കേൾക്കുകയല്ല, അത് പ്രൊസസ് ചെയ്യും. ഞാനത് പ്രാപിക്കും. സ്തോത്രം. ഈ വർഷത്തെ എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഉറപ്പാണ്, ഞാനതിനു വേണ്ടി പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ഈ വർഷം ദൈവ കൃപയിൽ ആശ്രയിച്ചോണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞാനത് അവകാശമാക്കും. സ്തോത്രം. ദൈവത്തിന് വചനം പറഞ്ഞു, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശം ഞാനാക്കും. ആ വാക്യം എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ്, വേറെ നാട്ടുകാരെ കുറിച്ചല്ല, എനിക്ക് മറ്റാരെ കുറിച്ചാണെന്ന് അറിയത്തില്ല, അത് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് 100 വർഷമാണെങ്കിലും, അബ്രഹാം 25 വർഷം കാത്തിരുന്നു, 100ാമത്തെ വയസ്സാണെങ്കിലും. മോശയ്ക്കത് 80ാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്തോത്രം. അതുവരെയും കർത്താവ് മൗനമായിരുന്നു. സ്തോത്രം. ദൈവം മിണ്ടിയില്ല. സ്തോത്രം. ഒരു നിമിഷം മതി നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൂത് നിങ്ങളെയും അസാധാരണമായ ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശികളാക്കി കർത്താവ് തീർക്കും. സങ്കീർത്തനം 16:5 വായിച്ച, സങ്കീർത്തനം 16:5 വേഗത്തിൽ വായിച്ച്, സങ്കീർത്തനം 16:5. എൻ്റെ 3 കാര്യങ്ങൾ. എൻ്റെ അവകാശം, പാനപാത്രം, പങ്ക്. സ്തോത്രം. എൻ്റെ അവകാശം, പാനപാത്രം, പങ്ക്. ഈ 3 കാര്യങ്ങൾ പ്രസംഗിക്കാനായി എനിക്കൊരു നിയോഗമുള്ളത് ഡോക്ടറെ. ഒന്ന്, ഞാൻ ഇത് 3 കാര്യങ്ങളാണ് കേട്ടോ. അവകാശം, ദാവീദ് എഴുതിയത് കേട്ടോ, പഴയ ഒരു ഓർമ്മയിൽ നിന്ന് എഴുതിയത്. സ്തോത്രം. അവകാശം ലഭിച്ച എന്ത് ഓഹരി. സ്തോത്രം. 3 കാര്യങ്ങൾ. അവകാശം, പാനപാത്രം, ഓഹരി. സ്തോത്രം. ഇത് 3 ആർക്കോ അളവൊന്നുമില്ല, ആർക്കാണ്ട് കിട്ടി അളന്ന് തിരിച്ചു കൊടുത്ത എന്തോ ഒരു മർമ്മം ദാവീദിന് വെളിപ്പെട്ട് വരുന്നു. ദാവീദ്, സ്തോത്രം, ഈ മശിഹയുടെ സങ്കീർത്തനങ്ങൾ കൂടുതൽ എഴുതിയ ആരാണ്? ദാവീദാണ്. മശിഹ. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കഷ്ടാനുഭവം മാത്രമല്ല, സ്തോത്രം, ആ ക്രൂശീകരണവും ആ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം
ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനങ്ങളായ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കില്ല. മരണഭാഷകൾ അവനെ പിടിച്ചു, പാതാളവേദനകൾ അവനെ പിടിച്ചു വെച്ചു. എന്നിട്ടും അതിൻ്റെ ബന്ധനങ്ങളെ ശാപങ്ങളെ അടിച്ചുകൊണ്ട് അവൻ ദ്രവത്വത്തിലിരിക്കാതെ അവൻ ഉയർത്തുന്നു. ദാവീദ് വളരെ ശക്തമായി പറയുന്നത്, സ്തോത്രം, ഈ ദൈവപുത്രൻ ദാവീദിന്റെ പുത്രൻ ഉയർക്കുമെന്ന് വലിയ പ്രത്യാശ നൽകിയിട്ടാണ് സ്തോത്രം അപ്പൻ പോയത്. ദാവീദ് എന്ന അപ്പൻ തൻ്റെ പുത്രനായ ക്രിസ്തു ഉയർക്കുമെന്ന് കല്ലറകൾക്കോ പാതാള വേദനയ്ക്കോ നാരക പിശാചിനോ പിടിച്ചു വെക്കാൻ കഴിയാത്തവണ്ണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. സ്തോത്രം. ഇത് പ്രവചിച്ചിട്ടാണ് ആര് പോയത്? ഇങ്ങനെയുള്ള ഭക്തന്മാരെ അപ്പന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത തലമുറയ്ക്ക് ഇന്ന് രാത്രി ഇവിടെ ഒരു പ്രവാചക ദൂതന്റെ കൈമാറ്റമാണ് സംഭവിക്കുന്നത്. ഞാൻ ദൈവത്തലമ്മയോട് രാവിലെ വൈകിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഇനി സഭ ദുഃഖിച്ചിരിക്കേണ്ട, പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ പറയാം, നിങ്ങൾ ക്യാപ്സൂളായിട്ട് എടുത്തോണം. ഇനി സഭ ദുഃഖിച്ചിരിക്കേണ്ട. ഞാൻ എല്ലാ കുടുംബത്തോടും പറയും, പലരും ആമേൻ പറയുന്നില്ല, കാരണം ചിരിക്കാൻ ഒരു മാർഗ്ഗമില്ല. സ്തോത്രം. ചിരിക്കാൻ മാർഗ്ഗമൊന്നും, സ്തോത്രം, പൊട്ടനെ പോലെ ചിരിച്ചു തുടങ്ങിക്കോ. കർത്താവ് നിങ്ങളുടെ ചിരിയെ സന്തോഷമാക്കി മാറ്റും, നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റും. സ്തോത്രം. ഞാനിവിടെ പറയാം, ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്, ദുഃഖിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, വേദനിക്കാനും കരയാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ 2026 നാം പ്രവേശിക്കുമ്പോൾ ഇനിയും കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി ഇരിക്കേണ്ട, നിങ്ങൾ ചിലത് കൈവശമാക്കും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമാക്കി കർത്താവ് തീർക്കും. എന്നും നിലവിളിയല്ല, ദൈവത്തിന് മാനപ്പെടുന്നു. ചതഞ്ഞ ഓടയവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയില്ല. വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന, മാറയെ മധുരമാക്കി തീർക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശു കർത്താവ് ആദ്യമായിട്ട് മറിയോട് പറഞ്ഞത്. എന്താ വാക്ക പറഞ്ഞതറിയാമോ? ഉയർത്തെഴുന്നേറ്റ് കല്ലറവാതിക്കൽ നിൽക്കുന്ന മറിയോട്, ആ സഹോദരിയോട് കരഞ്ഞോട് നിന്നപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞതെന്നറിയാമോ? സ്തോത്രം. ലാസറിന്റെ വീട്ടിൽ പോയി മാർത്തയോട് അല്ലെങ്കിൽ മറിയോട് കൂടെ കരഞ്ഞവനാ കർത്താവ്. അവിടെ ചെന്ന് കണ്ണുനീർ വാർത്തവനെ കർത്താവ്. പക്ഷേ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ തോട്ടത്തിൽ വെച്ച്, സ്തോത്രം, റബൂനി എന്ന് വിളിച്ചപ്പോൾ, ഗുരുവേ എന്ന് വിളിച്ചപ്പോൾ, ആ മറിയെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ കരയണ്ടെന്ന്. അതിൻ്റെ അർത്ഥം കണ്ണുനീര് വരത്തില്ലെന്നല്ല, ദുഃഖമുണ്ടാവത്തല്ല പറഞ്ഞത്, നിനക്ക് പകരം ഞാൻ കരഞ്ഞെന്ന്. നിന്റെ കരച്ചിലിനെ അവസാനിപ്പിക്കാനാ, നിന്റെ ദുഃഖത്തെ അവസാനിപ്പിക്കാനാ, നിന്റെ നിലവിളി അവസാനിപ്പിക്കാനാ ഞാൻ ക്രൂശിൽ കരഞ്ഞത്. ഞാനും നീയൂടെ കരയേണ്ട. സ്തോത്ര. നിനക്ക് വേണ്ടി ക്രൂശിൽ ഞാനെല്ലാം നിർവഹിച്ചെന്ന, നിനക്ക് വേണ്ടിയുള്ള എല്ലാ പരിഹാര പദ്ധതികളും ഞാൻ ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഡിവൈൻ ചർച്ചോട് പറയാണ്, നിങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രോമിസിലേക്ക്, സ്വസ്ഥതയിലേക്ക്, ഡിവൈൻ റെസ്റ്റിലേക്ക് പരിശുദ്ധമ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാണ്. ദൈവം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാണ്. സ്തോത്രം. നിശ്ചയമായി പറയുന്നു, വളരെ വേഗത്തിൽ ജനുവരി 1 മുതൽ തന്നെ വിടുതലുകൾ സംഭവിക്കും. സ്തോത്രം. നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്ക്. സ്തോത്രം. ഇപ്പോൾ മുതൽ ചിലപ്പോൾ വിടുതൽ സംഭവിച്ച് കാണും. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഫോണിൽ ഡോക്ടറെ നോക്കിയാൽ ഇപ്പോൾ തന്നെ വിടുതൽ കാണും. എന്തോന്നും പറയത്തില്ല. സ്തോത്രം. എന്നെ ആൾക്കാരൊന്ന് ബ്ലസ് ചെയ്യാൻ വേണ്ടി 12 മണിയാവും നോക്കിയിരിക്കുക. ബ്ലസ്സിങ് വരും, നമ്മൾ നിന്ന് കൊടുത്താൽ മതിയെന്ന് തമ്പുരാൻ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഇത് കർത്താവിന്റെ പദ്ധതിയാണ്, കർത്താവ് ചെയ്യുന്നതാ. സ്തോത്രം. ദാവീദ് നിന്നോട് വിളിച്ചു പറയുമോ, പഴയ നിയമ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ അലഞ്ഞ ഒരു ജനം, വലഞ്ഞ ഒരു ജനം, മരുഭൂമിയിൽ തീരുവെന്ന് പറഞ്ഞൊരു ജനം, കുഞ്ഞുകുട്ടികൾ മൊത്തം പിടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞൊരു ജനം, സ്തോത്രം, ഈ കല്ലറകൾ അവസാനിക്കുന്നു പറഞ്ഞ ജനം, യോർദാനിൽ ഒഴുക്കിക്കൊണ്ടു പോകുന്നു പറഞ്ഞൊരു ജനം, സ്തോത്രം, ചെങ്കടൽ വറ്റിച്ചുള്ളത് പറഞ്ഞ ജനം, സ്തോത്രം. പക്ഷേ ഇല്ലില്ല, സ്തോത്രം, ഇല്ല, സ്തോത്രം, ഞാൻ നിന്നെ മിസ്രൈമിൽ വിടുവിച്ചെങ്കിൽ അക്കരെ കൊണ്ടെത്തിക്കുവാൻ. സ്തോത്ര. കോട്ടകൾ വരാം, മതിൽക്കെട്ടുകൾ വരാം, പ്രതിസന്ധികൾ വരാം, രാജാക്കന്മാർ വരാം, വാള് വരാം, പ്രശ്നങ്ങൾ വരാം. ഈ പുറത്തു വന്ന വിടുവിക്കപ്പെട്ട ജനത്തിന് ഒരു വാള് പോലും ഇല്ല. സ്തോത്രം. അവർക്ക് യുദ്ധം അറിഞ്ഞിട്ടുള്ള ജനമല്ല, യുദ്ധാഭ്യാസങ്ങളല്ല, ഒന്നും അറിയണ്ട. യുദ്ധവീരൻ നിങ്ങളുടെ മുൻപിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിച്ചു പറയട്ടെ, 2026 നിങ്ങളുടെ പ്രശ്നമല്ല. 2026 നിങ്ങളുടെ യുദ്ധമല്ല. ആ യുദ്ധം കർത്താവിൻ്റെതാണ്. സ്തോത്ര. യുദ്ധം കർത്താവിൻ്റെതാണ്, പക്ഷെ ജയം നിങ്ങളുടേതാണ്. യുദ്ധം കർത്താവിൻ്റെതാണ്, പക്ഷെ ജയം നിങ്ങളുടേതാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഗോലിയത്ത് എത്രമാത്രം വലുതായിരിക്കുമോ അത്രത്തോളം വലുതാണ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന പാട്ടും. നിങ്ങൾ, സ്തോത്രം, പ്രശ്നത്തിന്റെ വലിപ്പം നിങ്ങൾ നോക്കണ്ട. സ്തോത്ര. ഗോലിയത്ത് വലിപ്പമുള്ളവനാ, നെടുപ്പമുള്ളവനാ, ഉയരമുള്ളവനാ, പൊക്കമുള്ളവനാ, തൂക്കമുള്ളവനാ. പക്ഷെ പുറകെ വരുന്ന പാട്ടും ചെറിയ പാട്ടല്ല. ഇപ്രകാരം എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഒരു രാജാവിന് അസൂയ തോന്നാൻ കാരണം ഒരു പാട്ടാ. ഞാൻ ചിന്തിക്കാറുണ്ട്, സ്തോത്രം, ഏറ്റവും വലിയ അസൂയുള്ള ഒരു മണ്ഡലമായി ഈ പാട്ട്. സ്തോത്രം.
അതിനകത്ത് ഉണ്ട്, അതിനകത്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. കാരണം ഇതിൻ്റെ ഇഷ്യൂ എവിടെ തുടങ്ങിയെന്നറിയാമോ? സ്തോത്രം, മേളിൽ തുടങ്ങിയതായതുകൊണ്ട് മേളിലും അവിടെ ആയിരുന്നു ഇഷ്യൂ. അവർ പാട്ടുകാരായിരുന്നു. 3 ഓഫീസാണ്. ഒന്ന് ഗബ്രിയലിൻ്റെ ഓഫീസ്, സ്തോത്രം, മിഖായിലിൻ്റെ ഓഫീസ്, ലൂസിഫറിൻ്റെ ഓഫീസ്. മിഖായിലിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് സ്തോത്രം ആർക്കേഞ്ചൽ, എന്താണ് സംഹരിക്കുന്ന, യുദ്ധം ചെയ്യുന്ന വാർഫെയർ ഏഞ്ചലാണ് മിഖായിൽ. ഏത് വിഷയം ഉണ്ടെങ്കിൽ ആരെയാണ് വിടുന്നത്? ദൂത് കൊണ്ട് വിടുന്നത് ഗബ്രിയലിനെ. മറിയയുടെ അടുത്ത് ദൂത് കൊണ്ട് വിട്ടത് ഗബ്രിയലിനെ. ദാനിയേലിന്റെ അടുത്ത് ദൂത് കൊണ്ട് വിട്ടത് ഗബ്രിയലിനെ. ഉടനെ ആര് തടഞ്ഞു? ആകാശമണ്ഡലങ്ങളിൽ, സാത്താന്യ മേഖലകളിൽ ആമേൻ ആര് തടഞ്ഞു? ആമേൻ അവിടെ സ്തോത്രം ആകാശമണ്ഡലങ്ങളിൽ ഇരുട്ടിന്റെ ശക്തികൾ പാഴ്സി ദേശത്തിന്റെ പ്രഭു തടഞ്ഞു. ഉടനെ ഗബ്രിയലിന് ഒറ്റ ദൂതയേ ഉള്ളൂ, ഒറ്റ നിയമമേ ഉള്ളൂ, ദൂത് പോയി പറയാൻ. സ്തോത്രം. അതുകൊണ്ടാണ് സെക്രിയാവ് ശുശ്രൂഷിക്കുന്ന ആലയത്തിനും ആരാദ്യം വന്നത്? ഗബ്രിയലാ വന്നത്. അവർ മെസ്സഞ്ചർ ഏഞ്ചലാ, വാർഫെയർ ഏഞ്ചൽ അല്ല. അതാരാ? മീഖായല്ല. അതാണ് പാഴ്സി ദേശത്തിലെ പ്രഭുവിനെ വെട്ടുവാൻ ആരെയെ വിട്ടത്? നിങ്ങൾ കാണാത്ത മണ്ഡലങ്ങൾ വലിയ വെട്ട് നടക്കുക കേട്ടോ. ഞാനൊക്കെ ആത്മാവിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്തോത്രം, ചില തലമുറകളെ പിടിച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്ന തലമുറയുടെ വിഷയമൊന്നുമല്ല, ഇത് വ്യാപരിക്കുന്ന വേറെ വിഷയമാണ്. എന്തെങ്കിലും അനാവശ്യമായ ജീവിതത്തിലോ ശരീരത്തിലോ കയ്യിലോ വായിക്കുന്നതിൽ ഇവിടെ തീ കത്താൻ പോവാ. ദൈവദാസന്മാർ റെഡി ചെയ്തോണം. ഈ തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞോണം. ഒന്നും വാടരുത്, ഒന്നും എഴയരുത്, ഒന്നും ശരീരത്തിൽ കയറരുത്. തീ 2026 ദൈവം നിങ്ങളെ ചാർജ് ചെയ്യും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. പരിശുദ്ധമ നിങ്ങളെ ബലപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, മറ്റുള്ളവരുടെ തീയിൽ 2026 ആശ്രയിക്കല്ലേ. എന്നെ പ്രാർത്ഥിച്ച് സഹായിക്കണമെന്ന് ആരോടെയും പറയല്ലേ. സ്തോത്രം. എന്നോട് പറഞ്ഞ കാര്യമല്ല. നിങ്ങൾ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൊട്ടേഷൻ കൊടുക്കരുത്. നിങ്ങൾ ദിവസം ഇരുന്ന് നോക്കിയേ. ഇതുപോലൊരു സുഖമുള്ളൊരു പരിപാടി. സ്തോത്ര. പൗലോസ് കത്തിച്ച തീക്കകത്ത് അണലി പൊങ്ങി. സ്തോത്ര. ആമേൻ. പക്ഷെ പൗലോസ് കുടഞ്ഞു. സ്തോത്ര. ഞാനോട് പറയാം, എഴയുന്നത് എഴയട്ടെ, വെളിപ്പെടുന്നത് വെളിപ്പെടട്ടെ, പക്ഷെ തീക്കകത്ത് തീരും. ദൈവാത്മാവിനോട് പറയുന്നു. സ്തോത്ര. ഡിവൈൻ വർഷിപ്പ് സെന്ററിനകത്ത് മൊത്തം ഒരു വലിയ ആത്മാവിന് തീ ആളിക്കത്താൻ പോവാ. ഞാൻ നിങ്ങളോട് പറയാം, ഈ തീ അകത്തുണ്ട് കേട്ടോ. ഈ തീ അകത്തുണ്ട്. ഈ തീ ആരും കൊണ്ട് കത്തിക്കണ്ട. ഇനി ഒരു പ്രവാചകന് തലേ കൈവക്കണ്ട. നിങ്ങളുടെ അകത്ത് തീയുണ്ട്. സ്തോത്ര. ഇതിന് കെടുത്തി കളയാൻ ലോകത്തിൽ ഒരു പ്രശ്നങ്ങൾക്കും ഒരു സംഭവങ്ങൾക്കും ഒരു വിഷയത്തിനും കഴിയത്തില്ല. ഇന്നൊന്ന് ആളി കത്താൻ പോവാ. സ്തോത്ര. ദൈവത്തിന് വരും പറഞ്ഞ് ഇരുമ്പിന് മൂർച്ച വരുത്തുന്ന പോലെ സ്തോത്ര 2 കന്നനകൾ ഒന്നിച്ചിരുന്നാൽ ആളിക്കത്തി തീ പിടിക്കുന്ന പോലെ ഇന്ന് രാത്രി അസാധാരണമായത്. സ്തോത്രം. ഞാൻ പറയാം, ചില കുടുംബത്തിന്റെ ശാപം പൊട്ടിക്കിട്ടോ. ഇവിടെ നിങ്ങൾ ആരാധിച്ചാൽ മതി. ഇവിടെ നിങ്ങൾ കൈകൊട്ടി ആരാധിച്ചാൽ മതി. ഇവിടെ അതരം തുറന്ന് ആരാധിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്നെ കേൾക്കുന്നവരെ വിളിച്ചു പറയട്ടെ, അതിന് വിടുതൽ ദൂരത്ത് ചെല്ലും. അഴിക്കേണ്ടതിനെ കർത്താവ് അഴിക്കും, നീക്കേണ്ടതിനെ കർത്താവ് നീക്കും, തകർക്കേണ്ടതിനെ കർത്താവ് തകർക്കും. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ദാവീദ് ഇങ്ങനെ 16 സങ്കീർത്തനം എഴുതിയപ്പോൾ അളവുനൂൽ വീണു. അത് മനോഹര ദേശത്ത് വീണു. അവകാശമായി ലഭിച്ചു. ഒരു തലമുറയ്ക്ക് കിട്ടി. അവർ പോയി സ്വന്തം ദേശം പോലെ പാർത്തു. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, യുദ്ധങ്ങളില്ലാഞ്ഞിട്ടല്ല, പോരാട്ടമില്ലാഞ്ഞിട്ടല്ല, വെല്ലുവിളി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ കർത്താവ് കൊടുക്കാന്ന് പറഞ്ഞെല്ലാം കൈവശമാക്കി കൊടുത്തു. സ്തോത്രം. ദാവീദ് നിന്നുകൊണ്ട് പാടുവാ, എനിക്കിതുവരെ തലമുറ വരും. കാരണം ദാവീദിനോടുള്ള ഒരു നിശ്ചല കൃപയുണ്ട്. എനിക്കതൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വ്യാഖ്യാനിക്കാൻ നിന്ന്. ദാവീദിനുള്ള നിശ്ചല കൃപ. എന്താ കൃപ എന്ന് പറഞ്ഞാൽ മാറാത്ത, ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. അത് മറ്റൊന്നുമില്ല, ദാവീദിന്റെ പുത്രനെ കുറിച്ചുള്ളതാണ്. സ്തോത്രം. ആ കൃപയ്ക്ക് മാറ്റമില്ലെന്ന്. കാരണം സ്തോത്രം, മോശ നിയമം കൊണ്ട് വന്നപ്പോൾ, മോശ പ്രമാണം കൊണ്ട് വന്നപ്പോൾ, ദാവീദിന്റെ മകൻ വന്നത് പ്രമാണം കൊണ്ടല്ല, പുതിയ നിയമം കൊണ്ടല്ല, പുതിയൊരു അക്ഷരമാല കൊണ്ടല്ല, പുതിയൊരു ക്രമമായിട്ടല്ല വന്നത്, സ്നേഹം കൊണ്ട് വന്നു. സ്തോത്രം. മോശ ലോയുമായിട്ട് വന്നപ്പോൾ ക്രൈസ്റ്റ് ലവ് ആയിട്ട് വന്നു. സ്തോത്രം. മോശ പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ നോക്കാൻ പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നും പ്രവർത്തിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. സ്തോത്രം. എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതം കർത്താവിന് കൈമാറാൻ പറ്റും? 2026 നിങ്ങൾ പരിശ്രമിച്ച് ട്രൈ ചെയ്ത് നിങ്ങളുടെ ജീവിതം നിങ്ങളിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കൊണ്ടു നടക്കാതെ, സ്തോത്രം, പ്രിയമുള്ള നിങ്ങളുടെ ലൈഫ് ടോട്ടലി കർത്താവിനെ ഏൽപ്പിക്കുക. തമ്പുരാൻ അത് ചെയ്യും. ഞാൻ എൻ്റെ ദൂത് സ്തോത്രം ഒത്തിരി മുന്നോട്ട് പോകുന്നു. പ്രശ്നം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഈ അവകാശത്തെ കയറി ഒന്ന് പിടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ എഴുന്നേറ്റാൽ മതി. സ്തോത്രം. ഈ ആവശ്യമുള്ളവർ എഴുന്നേറ്റാലും ക്രൈസ്റ്റ് എന്ത്, സിറിയൊക്കെ എന്ത്, സൈറസ് ആത്മാവിൽ കരുത്തുള്ള എഴുന്നേറ്റെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. പഴയ നിമിത്തത്തിൽ പെൺകുട്ടിയുണ്ട്. എനിക്ക് സ്തോത്രം അക്സ എന്നാ പേര്. ഞാൻ 2-3 കുട്ടികളെ തോന്നണം. സ്തോത്രം അക്സ. ആരുടെ മോളെന്ന് അറിയാമോ? ഞാൻ പറയാം, നമ്മുടെ ദൂതിങ്ങനെ ദൂതിന് ആഴമുണ്ട് കേട്ടോ. സ്തോത്രം. 3 പേരുണ്ട്. 3 പേരുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിക്കണം. ഈ വാഗ്ദത്തങ്ങൾ കൈവശമാക്കുക. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ വില കൊടുക്കേണ്ട ഒരു മണ്ഡലമുണ്ട്.
നിങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ തമ്പുരാൻ ഉടക്കും. ഞങ്ങൾ പറയാം ദാവീദിന്റെ പുത്രനെ വെട്ടിയാക്കാഞ്ഞോണ്ടല്ല, ദാവീദ് എന്ന വൻമരത്തെ സ്തോത്രം ഇസ്രായേൽ മുതൽ വെട്ടിയതാ. ആര് പുറത്തു വരുന്നത്? ഒരു ചെറിയ മുള വരുമെന്ന്. പക്ഷെ അതിനുമ്പേ വെട്ടു തുടങ്ങി. പോരാട്ടം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, വെല്ലുവിളി ഇല്ലെന്നല്ല, വാർഫെയർ ഇല്ലെന്നല്ല, സ്തോത്രം പ്രധാന ദൂതനായ മീഖായേൽ ഉണ്ടെന്ന്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടുപോയി. അതുകൊണ്ട് മോശയുടെ ശരീരം അടക്കാൻ സമ്മതിക്കുന്നില്ല. കണ്ടു, തമ്പുരാൻ നിന്ന് നേരിട്ട് അടക്കാൻ നിന്നപ്പോഴും ഫൈറ്റിങ്. 2-3 കാര്യം പറയാനോട് അടക്കാൻ സമ്മതിക്കുന്നില്ല പറഞ്ഞുകൊണ്ട്. പക്ഷെ ഉടനെ ആരാ വന്നത്? മീഖായേൽ വന്നു. സ്തോത്രം. നിങ്ങളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ സേവകാത്മാക്കളാ ഈ ഹോളി ഏഞ്ചൽസ്. നിങ്ങൾ അവർ പണി കൊടുക്കണം കേട്ടോ. ദൈവത്തിന്റെ ദൂതന്മാർക്ക് എന്ത് കൊടുക്കണം? കാവല് കൊടുക്കണം. നിങ്ങളെ 24/7 നിങ്ങളെ സൂക്ഷിക്കാൻ ഏഞ്ചൽസോട് പറയണം. ഈ 2026 നിങ്ങൾ അറിയാത്ത ഏഞ്ചലിക് മിനിസ്ട്രി, നിങ്ങൾ അറിയാത്ത ഡിവൈൻ പ്രൊട്ടക്ഷൻ, നിങ്ങൾ അറിയാത്ത ഡിവൈൻ ഫേവർ, നിങ്ങൾ അറിയാത്ത ഡിവൈൻ അബണ്ടൻസ്, നിങ്ങൾ അറിയാത്ത ഡിവൈൻ പ്രോസ്പെരിറ്റി, നിങ്ങൾ അറിയാത്ത ഡിവൈൻ ബ്ലെസ്സിംഗ്, നിങ്ങൾ അറിയാത്ത ഡിവൈൻ ഹീലിംഗ്. എന്താ നിങ്ങൾക്ക് ഇനി വേണ്ടത്? എന്താ വേണ്ടത്? എന്താ ശബാ രാജ വൈഡ. ഇത്രയേ ഉള്ളൂ. ഈ ജഡ്ജസ് ന്യായാധിപന്മാർ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കൊണ്ട് ഈ പെൺകുട്ടിയെ കാലേബ് ഒന്നിയലിൽ കെട്ടിച്ചു വിട്ട് തെക്കേ ദേശത്തെ വിട്ടത്. അതിൻ്റെ അർത്ഥം ഭയങ്കര വരൾച്ച, ശൂന്യത, മരുഭൂമി, കഠിനത, യാതൊരു രീതിയിലുള്ള നന്മയില്ല, ബാലൻസ്, ആകെ വിഷയങ്ങൾ, പലരും പറയുന്ന പല പ്രതിസന്ധികളാണ് ആ അക്സ അനുഭവിച്ചത്. സ്തോത്രം. അവൾ വീണ്ടും പിതാവിനോട് വന്ന് ചോദിച്ചു, നീ എന്നെ തെക്കേ ദേശത്തിലേക്കല്ലേ അയച്ചത്? എനിക്ക് ഇനി ഒന്നും തരാനില്ലയോ എന്ന്. സ്തോത്രം. അത് എടുക്കണമെങ്കിൽ സംഖ്യാപുസ്തകം എടുക്കണം. 27-ാം അധ്യായം ഇത് എടുത്താലും ഇങ്ങനെ നമ്മൾ എടുത്താൽ അങ്ങോട്ടൊക്കെ പോയി മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞപ്പോഴേ ജെയിംസാന് മനസ്സിലായി. സ്തോത്രം. ഇവിടുത്തെ ദൂത് അങ്ങോട്ടാണ് പോകുന്നതെന്ന്. സ്തോത്രം. ഈ പെൺകുട്ടികൾ വന്ന് പെൺകുട്ടികൾക്ക് പിന്നെ ഒരു ഓഹരിയുടെ അവകാശമില്ല കേട്ടോ. സ്തോത്രം. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഹരി പിതാവിനോട് ചോദിക്കാൻ എന്തില്ല? റൈറ്റ് ഇല്ലായിരുന്നു. സ്തോത്രം. പക്ഷേ അക്സ, സ്തോത്രം, ഇന്നലത്തെ ഓർമ്മയിൽ, ഇന്നലത്തെ അവിടെ തലേവിരിയിൽ, ഇവിടെ ആരോ ഇന്നലെ രാവിലെയൊക്കെ പറഞ്ഞു വിട്ട്, സ്തോത്രം, അവൾക്ക് കിട്ടിയ ഈ തെക്കേദേശം കൊണ്ട് അവൾ അവസാനിപ്പിച്ചില്ല. അവൾ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു പ്രാവശ്യം കൂടെ, സ്തോത്രം, ഞാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. സ്തോത്രം. എന്താ സംഭവിച്ചറിയാമോ? കാലേബാണ് 85-ാമത്തെ വയസ്സിൽ മലഞ്ചെരിവ് മൊത്തം വെട്ടിപ്പിടിച്ചത്. അങ്ങനെയുള്ള ചില അപ്പന്മാരെ മക്കൾക്കുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ദൂത് കണക്ട് ചെയ്യാറുണ്ട് കേട്ടോ. സ്തോത്രം. ഇങ്ങനെയുള്ള വാക്തത്വം ചൂണ്ടി, വാക്തത്വം പറഞ്ഞ്, വാക്തത്വത്തിന്റെ മലകൾ എണ്ണി അതെനിക്ക് വേണം. യോശുവ പറഞ്ഞു, നിന്റെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കിത് വേണം. കാരണം സ്തോത്രം, നിന്നെക്കാളും മുമ്പേ ഇറങ്ങിയത് ഞാനാ. സ്തോത്രം. എനിക്ക് വേണം. ഞാനിവിടെ കാര്യം പറയാം. വാക്തത്വത്തിനുടെ ഒരു ഭൂമി അവകാശമാക്കാൻ യോഗ്യതയില്ലാത്ത ഗോത്രത്തിലാ ഇവർ രണ്ടുപേരും ഉള്ളത്. ഏത് ഗോത്രം എന്നറിയാമോ? എഫ്രീം ഗോത്രമാണ്. എഫ്രീം ഗോത്രത്തെ കുറിച്ച് ഇത്ര വലിയ ദൂത് പറഞ്ഞിട്ടില്ല. പക്ഷെ മോശ ജനിച്ചത്, സ്തോത്രം, ഏത് ലേവി ഗോത്രത്തില്. അവകാശങ്ങളും പുൽപ്പുറങ്ങളും മലഞ്ചെരിവും എല്ലാ താഴ്വീതികളും സമതലങ്ങളും ഇവർക്ക് അവകാശപ്പെട്ടതാ. സ്തോത്രം. പക്ഷെ ബൈപ്പാസ് കയറി ഒരു ഗോത്രത്തിലെ പിള്ളേരിങ്ങി വന്നു. ഇങ്ങനെ 2026 സ്തോത്രം വലിയ മിടുക്കന്മാരൊക്കെ കാണും കേട്ടോ. നമുക്ക് സ്വാധീനം വേണ്ട, പിന്തുണ വേണ്ട, ഉന്നതന്മാർ വേണ്ട, വലിയ സംവിധാനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. പ്രിയമുള്ളവരെ, സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ പ്രസന്റ് ചെയ്യാൻ തയ്യാറാണോ? കർത്താവ് ഉയർത്തും കേട്ടോ. ഈ ദൂത് എല്ലാ സ്തോത്രം മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത യോശുവ. സ്തോത്രം. മോശയുടെ കാലശേഷം മോശയുടെ മോനല്ല ജനത്തെ ആഗ്രഹിച്ചത്. സ്തോത്രം. ഞാനിങ്ങനെ പറയാറുണ്ട്, മോശ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു, പക്ഷെ കൊണ്ടെത്തിച്ചില്ല. നിങ്ങൾ വിചാരിക്കണം, എല്ലാ ശുശ്രൂഷയിലും എല്ലാവരും പൂർണ്ണരാവത്തില്ല കേട്ടോ. എല്ലാ ശുശ്രൂഷ പണികളും ഒരു ശുശ്രൂഷയും നിങ്ങൾ എല്ലാ കാര്യം പ്രതീക്ഷിക്കരുത്. ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന രായ് തോമസിനെ പോലല്ല. കാരണം രായിച്ചാലും സഭയില്ല. ഇവിടുന്ന് ഇത് കുറച്ച് സഭാ ശുശ്രൂഷ വേറെ. സ്തോത്രം. ആ സഭാ ശുശ്രൂഷയുടെ പെയിനും പാഷനും അതിൻ്റെ സാക്രിഫൈസും ഒക്കെ വേറെയാ. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടോ? മോശയും അഹരോനും ഒക്കെ ലേവി ഗോത്രമാണ്. സ്തോത്രം. അവർക്ക് ദൈവം അവകാശങ്ങൾ ദൈവം തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു അവകാശമില്ലാത്ത എഫ്രീം ഗോത്രത്തിലുള്ള എൻ്റെ ചിന്ത അവിടെ ഭയങ്കരമായിട്ട് അതിനെ പിടിച്ച് നിൽക്കാൻ പറയും. പക്ഷെ നിൽക്കുന്നില്ല. 2 പേർ മൊത്തം കയറി പിടിച്ചു. ആരൊക്കെന്നറിയോ? യോശുവയും കാലേബും. 85-ാമത്തെ വയസ്സിൽ യോശുവയും കാലേബും കൈ ചൂണ്ടിട്ട് പറയുക, ഇതൊക്കെ എനിക്ക് വേണമെന്ന്. കാരണം ഞാൻ കാൽ ചവിട്ടിയാണെന്ന്. സ്തോത്രം. ആരും ചവിട്ടാത്തപ്പോൾ ഞാൻ ചവിട്ടി, ആരും ചൂണ്ടാത്തപ്പോൾ ഞാൻ ചൂണ്ടി, ആരും വേണമെന്ന് പറയാത്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നിട്ട് മതി നിനക്ക്.
തയ്യാറാണോ? നിങ്ങൾക്ക് ചിലത് കിട്ടും. സ്തോത്ര. 2026 സ്തോത്ര കാലേബും യോശുവയും സഭയിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്ര. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അവകാശം കർത്താവ് നിങ്ങളുടെ മേൽ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ ചില പ്രോമിസ് ലാൻഡുകൾ, ചില ഡിവൈൻ അബണ്ടൻസുകൾ, ചില ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓ രാബ ശന്തര അൽതര ഹസ്തര ജനാദന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ രാബ ശന്തര അന്ധോറിയ സിയാദന. സ്തോത്രം. അതിനകത്തിലെ മോളാണ്. ഇത്രയും മലഞ്ചെരിവും താഴ്വീതികളും മൊത്തം വെട്ടിപ്പിടിച്ച് അപ്പൻ്റെ മോളാണ് ആര്? പക്ഷെ മോക്ക് കൊടുത്തപ്പോൾ തെക്കേനാട് കൊടുത്തു. ഒരു നന്മയില്ല, ഒരു ഫെർട്ടൈൽ ലാൻഡ് അല്ല, ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഇല്ല, ഒരു അനുഗ്രഹമില്ല. അവൾ വീണ്ടും വന്നു. ഞാൻ പറയും, അവകാശത്തെ പിടിച്ച് ചോദിക്കാൻ നിങ്ങൾ താല്പര്യമാണെങ്കിൽ നഷ്ടപ്പെട്ടു പോലും തിരിച്ചു വരും. ആരോ സഹോദരിമാരോടാ പറയുന്നത്. ഇനിയും ചോദിക്കാൻ റെഡിയാണോ? കിട്ടുമെന്ന് മാത്യപ്രദർ കിട്ടുമെന്ന്. സ്തോത്രം. കിട്ടാൻ ഉണ്ട്. സ്തോത്രം. അക്സ പോയി ചോദിച്ചു, എനിക്ക് ഇനിയും വേണമെന്ന്. ഓ, ഇങ്ങനെയുള്ള അപ്പന്മാർ കൊടുത്തപ്പോൾ കേട്ടോ, വൗച്ച കൊടുത്തപ്പോണ്ടല്ലോ. സ്തോത്രം. ടാപ്പ് തുറക്കുന്ന പോലെ കൊടുത്തത്. നിങ്ങൾ പുസ്തകം വായിക്കണം. സ്തോത്രം. താഴ്വീതികള്, മലഞ്ചെരിവ്, അവൾക്ക് എല്ലാ സ്ഥലത്തും ഓഹരി ആർക്ക് കൊടുത്തു? അക്സയ്ക്ക് കൊടുത്തു. സ്തോത്രം. ഒരു പെൺകുട്ടി പിടിച്ച് ചോദിച്ചത് അവൾക്ക് കിട്ടി കേട്ടോ. സ്തോത്രം. ഇത് കണ്ടോണ്ടാ ദാവീദ് പിന്നത്തിൽ അളവുന്നൂർ ഇങ്ങനെ മനോഹര ദേശത്തൊക്കെ വീഴുവെന്ന്. ഇവിടെ ആറ് ദേഹത്ത് ആറ് ലൈഫിൽ വീഴുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ വീഴണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ താണ്ടെ ഞാനൊരു അപ്പൻ്റെ 2 മക്കളിൽ ഒരു മൂത്ത മകൻ കണ്ടോ, ഏറ്റവും വലിയ ബർത്ത് റൈറ്റ് ഉള്ള ആളാണ്. സ്തോത്രം. ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു അവകാശം നഷ്ടപ്പെടുത്തിയത് കണ്ടോ. ഞാൻ അതോട് പറഞ്ഞ വിടുക, പ്രസംഗം അവസാനിപ്പിക്കാം. കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും. സ്തോത്രം. ആരാന്നറിയാമോ അത്? ഒന്ന് പറഞ്ഞേ. അക്സയ്ക്ക് അവകാശത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് അവൾ സ്തോത്രം അനുഗ്രഹങ്ങളെ പിടിച്ച് വീണ്ടും പ്രാപിച്ചു. ഏശാവിന് അവന് ന്യായമായി ലഭിച്ച സ്തോത്രം ജ്യേഷ്ഠാവകാശത്തെ ഞാൻ ഇവിടെ പറയട്ടെ പ്രിയമുള്ളവരെ, കേവലം ഒരു ഊണിന് വേണ്ടി, ഒരു പായസത്തിന് വേണ്ടി അവന്റെ ബർത്ത് റൈറ്റ് സ്തോത്രം. പിന്നെ കരഞ്ഞു, പിന്നെ മാനസാന്തരപ്പെട്ടു. ഞാൻ പറയാം സ്തോത്രം, പിന്നത്തെ നാളെ നിങ്ങൾ എന്ത് ചെയ്താലും നാളത്തെ നിളയിൽ ഇതെല്ലാം അസാധുവായി പോകത്തേ ഉള്ളൂ. ഒന്നും നിങ്ങൾക്ക് സാധുവായി വരത്തില്ല. ഞാൻ പറയും, ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിപ്പോൾ ചെയ്യണം. അങ്ങനെയല്ല. സ്തോത്രം. ഇപ്പോൾ ചെയ്യണം. നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യണം. സ്തോത്രം. നിങ്ങൾ തയ്യാറാണോ? യേശുവിനെ കുറിച്ച് നിങ്ങൾ നോക്കി, എബ്രായത്തിൽ പോലും പറയുന്നുണ്ട്, ഇഷ്ടംപോലെ കിടന്ന് കരഞ്ഞു. പിന്നത്തേലുള്ള കരച്ചിലും അനുതാപവും മാനസാന്തരപ്പെടുന്ന അവസരം ഉണ്ടായില്ല. സ്തോത്രം. കേവലം ഞാനിവിടെ പറയാം, നമുക്കെല്ലാം ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ശാരീരികമായ ഫിസിക്കൽ നീഡ്സ് ഉണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ ഫിസിക്കൽ നീഡ്സും ശരിയായ ക്രമത്തിലും ശരിയായ രീതിയിലും മാത്രമേ വിനിയോഗിക്കാവൂ. അത് ആഹാരമാണെങ്കിലും നിങ്ങളുടെ എല്ലാ ശാരീരികമായ ഇഷ്ടങ്ങളെയും നിങ്ങൾക്ക് ഉപയോഗിക്കാതെ എല്ലാ മണ്ഡലങ്ങളും ഉപയോഗിക്കാൻ ഒരിക്കലും ബൈബിൾ നിങ്ങളെ അനുവദിക്കുന്നില്ല. ആ ഭാഗം ഞാൻ വിടുക. യേശാവിന് ലഭിച്ച ന്യായമായി ലഭിച്ച ഏറ്റവും വലിയ ബർത്ത് റൈറ്റ്, ജന്മാവകാശം, അപ്പൻ്റെ പിതൃത്വത്തിൻ്റെ ഇരട്ടി പങ്കിൻ്റെ സ്തോത്രം. ജ്യേഷ്ഠാവകാശത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം. ഒന്ന്, അവൻ്റെ കുടുംബത്തിൽ മശിക ജനിക്കണം. ഒന്ന്, അവനൊരു പുരോഹിത ഗോത്രമായി തീരും. 3 സ്തോത്ര അപ്പൻ്റെ ഇരട്ടി പങ്ക്. സ്തോത്ര 4 കുടുംബത്തിലെ പുരോഹിതൻ. ഇത്രയും പോരായോ? പക്ഷെ ഒരു ചുമന്ന പായസത്തിന് വേണ്ടി സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ഭൗതിക നന്മയ്ക്ക് വേണ്ടി സ്തോത്ര ദൈവകൃപ നഷ്ടപ്പെടുത്തി നിങ്ങൾ ലോകത്തിന് പിന്നാലെ നിങ്ങളുടെ അവകാശത്തിനോട് നിങ്ങൾ നിന്നാൽ സ്തോത്രം. ഞാൻ ഷോർട്ട് കട്ടിൽ വന്ന ഒരുത്തൻ എന്ത് ചെയ്തുകൊണ്ട് അവൻ്റെ ഗോത്രത്തിൽ പ്രഭുക്കന്മാർ പുറത്തു വന്നു. യേശാവിൻ്റെ മക്കൾ ആരാന്ന് പോലും ഞാൻ പറയും. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ പ്രവൃത്തി, നാം ചെയ്ത കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വർത്തമാനകാലം, നമ്മുടെ ഇന്നലകൾ, ഇതൊക്കെ നമ്മുടെ നാളുകളെ സ്വാധീനിക്കും. അവിടെ ഒന്നും ആരും ദൈവത്തെ നാളെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുന്നു. നിങ്ങൾക്ക് നാബോത്തിനെ അറിയാവോ? ആരാണെന്ന് ആരെങ്കിലും ഒന്ന് പറയാവോ? അവകാശം എന്ന് പറഞ്ഞൊരു വിഷയമാണ്. 7 കൂട്ടം കാര്യങ്ങൾ പറയണം. അക്സ, യേശാവ്, അടുത്തത് ഞാൻ 7ാമത്തെ ആളെ കുറിച്ച് പറയാം, നാബോത്ത്. ആരാന്നറിയാമോ? സ്തോത്രം. ആഗാബു ഇസബേലോട് ഒന്നിച്ച് നിന്നുകൊണ്ട് വില പറയുക. ആഗാബു സ്തോത്രം. എനിക്ക് അവിടെ ചില ദൂതുണ്ട് കേട്ടോ. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുന്ന വില പറിച്ചില്ല. സ്തോത്രം. നാബോത്ത് എന്ന് പറഞ്ഞ ഭക്തൻ വിളിച്ച് പറയുക, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം
സ്തോത്രം. ഏശാവ് വിളിച്ചു പറയുക, സ്തോത്രം, ഏശാവ് ജന്മാവകാശത്തെ ജ്യേഷ്ഠാവകാശത്തെ തട്ടിത്തെറിപ്പിച്ച് വേണ്ടാന്ന് വെച്ചു. അക്സയ്ക്ക് ന്യായമായി ലഭിക്കാൻ ഇനി ഒന്നുമില്ല. പക്ഷേ സ്തോത്രം, അവൾ ഉറവുകൾ കണ്ടെത്തി. സ്തോത്രം. എൻ്റെ വാത്സല്യ പ്രിയമുള്ളവരെ, സ്തോത്രം, ഞാൻ നിങ്ങളെ വിളിച്ചു പറയട്ടെ, എന്താ നാബോത്തിനെ സംബന്ധിച്ച് സംഭവിച്ചത്? ഒരു ദേശത്തിലെ പ്രഭുവായിരിക്കുന്ന രാജാവ് വന്ന്, രാജാവും രാജ്ഞിയോട് വന്ന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ, ലോകത്തിൽ ആരെങ്കിലും മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുമോ? നിങ്ങൾ ഇന്നത്തെ സഭ നോക്കി, മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ, സ്തോത്രം, ഇമ്മാനുവേലിനെ ഈഖാബോദിലേക്ക് എത്തിക്കുവാൻ, സ്തോത്രം, ഇമ്മാനുവേലെ ഈഖാബോദിലേക്ക് എത്തിച്ച്, ഈഖാബോദിൽ നിന്ന് ഞാൻ പറയും ഈ ഒരു തലമുറ അതിനെ എബനേസറിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ജീസസ്, സ്തോത്രം. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ വാഗ്ദത്തം, ഞാനൊരു സമയം പറഞ്ഞു, ആ സമയത്ത് ഞാൻ നിർത്തേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ജീസസ്. എന്നാൽ പുതിയ നിയമത്തിലെ എൻ്റെ വാഗ്ദത്തം, എൻ്റെ അവകാശം എന്ന് പറയുന്നത് കേവലം നീരുറവയല്ല കേട്ടോ. അക്സ ചോദിച്ച നീരുറവയല്ല, യാക്കോബിന് ജ്യേഷ്ഠാവകാശമല്ല, നാബോത്തിന് മുന്തിരിത്തോട്ടമല്ല. ജീസസ്, സ്തോത്രം. എനിക്കതിനേക്കാൾ വലുത് എൻ്റെ ദേശവും എൻ്റെ ഉറവയും എൻ്റെ മലഞ്ചെരിവും എൻ്റെ ഹെബ്രോനും എൻ്റെ എല്ലാ ഭൗതിക കനാനും അത് ഒരാളിൽ ഇരിപ്പുണ്ട്, മറ്റാരിലുമല്ല, അത് ക്രിസ്തുവില്ല. സ്തോത്രം. ക്രിസ്തു എന്ന അവകാശത്തെ പ്രാപിക്കുവാൻ. ഓ ജീസസ്, സ്തോത്രം. എബ്രായ ലേഖനം 12 പറയുന്നു, ഇവിടെ ഒരു ആദിജാതനുണ്ട്. സഭ ഒരു ആദിജാതനാണ്. സഭ എന്തിന്റെ ആദിജാതനാണ്? സ്തോത്രം. ക്രിസ്തുവിലുള്ളതിനെല്ലാം ഇരട്ടി പങ്കിന്റെ അവകാശത്തിന്റെ ആദിജാതന്മാരുടെ സഭയാണ് ഇവിടെ ഇരിക്കുന്നത്. ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം അവകാശമുണ്ടോ, എന്തെല്ലാം അനുഗ്രഹമുണ്ടോ, അതെല്ലാം അവകാശമാക്കുവാൻ ഇവിടെ ഇരിക്കുന്നവർ ചാടി എഴുന്നേറ്റാട്ടെ. സ്തോത്രം. നമുക്കൊരു പാട്ടോട് കൂടി ഇന്ന് രാത്രികാലം എൻ്റെ ടീമിൻ്റെ പ്രസന്റേഷൻ എൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാം എല്ലാ കനാനും, എല്ലാ വാഗ്ദത്ത ദേശവും, എല്ലാ ഭൗതിക നന്മയും, എല്ലാ നീരുറവും, എല്ലാ സമ്പത്തും, എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലുണ്ട്. അവനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. അവനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ക്രിസ്തുവിലുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം അതൊന്ന് വിശ്വസിച്ചാട്ടെ. എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ക്രിസ്തുവിലുണ്ട്. ഞാൻ ക്രിസ്തുവിൽ ജയാളിയാണ്, ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാണ്, ഞാൻ ക്രിസ്തുവിൽ നീതിമാനാണ്, ഞാൻ ക്രിസ്തുവിൽ വിശുദ്ധനാണ്. പക്ഷേ സ്തോത്രം, എൻ്റെ ലാസ്റ്റ് സെന്റൻസ്, അവകാശി ഇനി മേലാൽ അടിമയെ പോലെ ജീവിക്കരുത്. അടിമ എന്നും യാചകനാ, അടിമ എന്നും ദാസനാ. സ്തോത്രം. അടിമ എന്നും വീടിന് പുറത്താ. സ്തോത്രം. ഓ സ്തോത്രം. അടിമയൊക്കെ ശിശുവിനെ പോലെ തരണേ യാചകന്റെ സ്വഭാവമാണ്. അടിമത്തം രണ്ട് തരത്തിലുണ്ട്, അകത്തുമുണ്ട് പുറത്തുമുണ്ട്. സ്തോത്രം. പുറത്തെ അടിമത്തെക്കാളും വലുതാണ് അകത്തെ. സ്തോത്രം. ഒന്നുമില്ലേ, ആരെങ്കിലും സഹായിക്കണേ, ഒന്നുമില്ലേ, ബലഹീനത, അയ്യോ ഞാൻ അത്ര വിശ്വസ്തനല്ലേ, ഞാൻ നല്ലവനല്ലേ, എന്തിനീ അടിമത്തം? ഇതൊരു അടിമത്തമാണ്. സ്തോത്രം. ഒരു അടിമ എങ്ങനെ ഒരു അവകാശിയായി തീർന്നു? ഒറ്റ വാക്ക്, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓ സ്തോത്രം. അടിമ ആരായിട്ട് മാറണം എന്ന് പറഞ്ഞേ. സ്തോത്രം. അവകാശമില്ലാത്ത ദാസന്മാരും ഭൃത്യന്മാരും അടിമകളെല്ലാം വീടിന് പുറത്താണ്. വീട്ടിനകത്ത് താമസിക്കുന്ന മൊത്തം പുത്രന്മാരുടെ വീടാണ് ഈ ടെമ്പിൾ ഓഫ് ഗോഡ്, ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. അവന് 7 അവകാശങ്ങളുണ്ട് പുതിയ നിയമത്തിൽ. അതൊക്കെ നമുക്ക് ഞായറാഴ്ച എടുക്കാം. 7 അവകാശം. അവസാനത്തെ അവകാശം, നിങ്ങളും ജയിച്ച് എന്നോടുകൂടെ ഞാനിരിക്കുന്ന സിംഹാസനത്തിൽ. ലോകത്തിൽ ആരെങ്കിലും ഈ ഇൻഹെറിറ്റൻസ് പറഞ്ഞ വിഷയം ഭയങ്കരമായിട്ട് ഞാൻ തൊട്ട് ഈ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ബൈബിളെല്ലാം തുറക്കുന്നത്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവോ. സ്തോത്രം. ഏറ്റവും അവസാനത്തെ കൈമാറ്റം എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്നിടത്ത് ആരെ കയറ്റിയിരുത്തും? കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അത് എന്നോട് ഷെയർ ചെയ്യും. മൊത്തം എന്നോട്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ കാര്യം എനിക്കറിയത്തുള്ളേ, നിങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സുബ്രഹ്മണ്യ ഭാഷ, ഞാൻ ജനിച്ചതിന് ശേഷം കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം കൂട്ടവകാശിയായിട്ട് എന്നെ അങ്ങ് മാറ്റി. മൊത്തത്തിൻ്റെ
ഇനി തുടങ്ങി രക്ഷ തുടങ്ങി, നിത്യജീവൻ തുടങ്ങി, എല്ലാം തുടങ്ങി തേജസ് തുടങ്ങി, മഹത്വം തുടങ്ങി, അധികം മൊത്തം എന്നോട് നീ അതൊക്കെ കൈകാര്യം ചെയ്തേക്കണം. സ്വർഗത്തിൽ ഭൂമിയിലുള്ള എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. സ്വർഗത്തിലും ഭൂമിയിൽ ഇവിടത്തേക്ക് എല്ലാ മന്ത്രിമാർക്കും 5 വർഷത്തുള്ള കാലാവധി ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ മാൻഡേറ്റ് ഉണ്ട്. അവർ ഒന്നുകൂടെ നിൽക്കണം. ഇവർക്ക് യോഗ്യത ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം? അത് വീണ്ടും 5 വർഷമേ ഉള്ളൂ. പക്ഷെ അവർക്ക് അധികാരത്തിനകത്ത് സ്വർഗമില്ല കേട്ടോ. ഉണ്ടോ? ഈ പരിധിയേ ഉള്ളൂ. പക്ഷെ എൻ്റെ അധികാരം കർത്താവ് എൻ്റെ നിലയും വിലയും എൻ്റെ ഐഡന്റിറ്റിയും എൻ്റെ പൊസിഷൻ. അവസാനത്തെ സെന്റൻസ് പറഞ്ഞായിരുന്നില്ലേ ചാ? പറഞ്ഞായിരുന്നു. ഒറ്റ ഒരാളെ നോക്കിയാൽ മതി. കർത്താവ് ഇതെപ്പോഴേ കയറി അറിയോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് പിതാവ് വായിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നെ കണ്ടവൻ എപ്പോഴും കർത്താവ് ആരെ പ്രസന്റ് ചെയ്തു? ആരെ അവകാശപ്പെട്ടു? പിതാവ്. എന്നെ കണ്ടവർ ആരെ കണ്ടു? പിതാവിനെ. ഇനി നിങ്ങളെ കാണുന്നവർ ആരെ കാണണം? അതുകൊണ്ട് മൊത്തത്തിനകത്ത് എന്റെ പേരോട് കിട്ടും. സ്തോത്രം. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നു, അവനോടുകൂടെ കഷ്ടത, അവനോടുകൂടെ മഹത്വത്തിൽ പങ്കാളി, അവനോടുകൂടി സിംഹാസനത്തിൽ. ശാരാധാര, ജാലാധാര, വൈശാധാര, അർത്ഥാരാധ. ഓ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഈ ശൈശവത്തെ മാറണം. യേശുവിന് പോലെ ഈ റോൾ ഉണ്ടായിരുന്നു. ഒന്ന്, പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശു. അന്നേരം യേശുവാ ദൈവത്തിന്റെ മൂരും കുന്തിരിക്കവും എല്ലാം കൊണ്ടു കൊടുത്തു. ശിശുവായിരിക്കുന്ന കാലത്തോളം അവകാശം കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ലെന്ന് DW സഭയോട് ഞാൻ ഇന്ന് രാത്രി പറയുകയാണ്. നിങ്ങൾ ശിശുവായി തുടരുന്ന കാലത്തോളം ഇനി എത്ര വാഗ്ദത്തം ഉണ്ടായാലും അവകാശമാണെങ്കിലും കൈ എഴുതി ഒപ്പിട്ട് ചെക്കെടുത്ത് ഒപ്പിട്ട് പൈസ മേടിക്കാൻ പറ്റത്തില്ല. ശിശു എങ്ങോട്ട് വളർന്നു? രാവിലെ കേട്ടല്ലോ, ബാലൻ എന്ന് പറഞ്ഞ്. ബാലൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ബാലൻ, വളരുന്ന ശിശു. ബാലൻ ആരാ? 12ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ആ ബാലൻ പറഞ്ഞത്, സ്തോത്രം, KFC കിട്ടുമെന്നല്ല ചോദിച്ചത്, വൈഫൈ ഉണ്ടോ എന്നല്ല ചോദിച്ചത്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ. സ്തോത്രം. 30ാമത്തെ വയസ്സിൽ യോർദാന്റെ കയത്തിൽ, യോർദാന്റെ തീരത്തിൽ വെച്ച് ഈ ശിശു, ഈ ബാലൻ ആരായി മാറി? പുത്രനായിട്ട് മാറി. സ്വർഗം തുറക്കി. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ വീതിച്ചു കൊടുത്തു. സ്തോത്ര, എല്ലാം പകർത്തു കൊടുത്തു. ഇതൊരു പകർച്ച കൊടുക്കാൻ പോവാ. സ്തോത്ര. നിങ്ങളുടെ മേലൊരു വ്യാപാരം, നിങ്ങൾ അവകാശികളാ, നിങ്ങൾക്ക് അധികാരമുണ്ടോ, നിങ്ങൾക്ക്